ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചോറൊക്കെ വെന്ത് ഞാൻ റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചിരിക്കുന്നു കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ചുകൂടി ഊറ്റി വെക്കുന്നുണ്ട്. ഇതിലേക്ക് നല്ല മുരിങ്ങേൻ്റെ കറി. ഈ മീൻ ഇതാ കല്ലിക്കല്ലൻ എന്താ അതിന് പറയുക കിട്ടുന്നില്ല കേട്ടോ പറയാനും. ഈ മീനാണ് കേട്ടോ. എൻ്റെ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻ. ഞാൻ എൻ്റെ വീട്ടിലാണ്. നമുക്ക് കുറച്ച് പൂളിയും ബീഫൊക്കെ ഉണ്ട്, അതൊന്നും ഉണ്ടാക്കണം. 4 മണിയാകുമ്പോഴത്തേനേക്കാരം ചിലപ്പോൾ ഉണ്ടാക്കുക കേട്ടോ. കാരണം ഇവിടെ വന്നാൽ ഞാൻ അങ്ങനെ പണിയൊന്നും എടുക്കില്ല. മടി തിന്നാനും മടി ഉണ്ടാവില്ല. പക്ഷെ പണിക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് നമുക്ക് മുരിങ്ങാക്കറി, മീൻ ഉണക്കമീനാണ്. 4 മണിക്കാണ് നമ്മളെ പൂള വിഭവം ഉണ്ടാക്കുക, കപ്പ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ കാണിച്ചിട്ടുണ്ട്. ഉച്ചക്കൊക്കെ സാദാ ചോറ്, മുരിങ്ങാക്കറി, പിന്നെ ഉണക്കമീൻ പൊരിച്ചതുണ്ട്, പപ്പടം പൊരിച്ചതുണ്ട്, പിന്നെ അച്ചാറും ഉണ്ട് കേട്ടോ. ഉപ്പേരിക്ക് ഫ്രിഡ്ജിൽ സാധനങ്ങളുണ്ട്, പക്ഷെ ഉണ്ടാക്കാൻ മടിയാണ്. ഇതിലൊക്കെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് ഈ പെട്ടിയിലും ഇതിലൊക്കെ. പക്ഷേ എന്താണ് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. കേബേജും തക്കാളിയൊക്കെ ഇഷ്ടം പോലെയൊക്കെ മടിച്ചാണ്. നമുക്ക് ഇവിടെ അവനാൻ്റെ പെരയിൽ വരുമ്പോഴല്ലേ നമുക്കൊന്ന് ഇരിക്കാനും ഇതാക്കാനും പറ്റുക. അപ്പോൾ ഞാൻ ഇവിടെ വന്നാൽ പണിയെടുക്കും കേട്ടോ. ഞാനുള്ള കാര്യം പറയാലോ. ഇവിടെ എടുക്കാൻ വേറെ ആൾക്കാരുണ്ട്, പിന്നെ നമുക്ക് ഇരിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇങ്ങനത്തെ മീനും സാദാ ചോറും പിന്നെ മുരിങ്ങാക്കറിയാണെങ്കിൽ ഉണ്ടല്ലോ പടച്ചവനെ, ചോറ് ഒരുപാട് ചോറുന്നു കേട്ടോ ഞാനൊക്കെ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇറച്ചിയും പൂളിയൊക്കെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും തോന്നലില്ല ഈ പാത്രത്തിലാണ് എൻ്റെ കേട്ടോ. അനിയനൊന്നും ഇത് ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ കുക്കറൊക്കെ അതാ ഞാൻ നല്ല വടിച്ച് തുടച്ച് പാത്രത്തേക്ക് എടുത്തേക്കണം കേട്ടോ. കാരണം ഇനിയിപ്പോൾ ഇത് മോറണ്ടേ. അപ്പോൾ പിന്നെ നമുക്ക് തിന്നലുമായി തുടച്ചക്കലുമായി പറഞ്ഞ പോലെ. അപ്പോൾ ഇതൊക്കെയാണ് വീട്ടിൽ വന്നാൽ പെരും പണിയാണ്. പണിയെന്ന് പറഞ്ഞാൽ തന്നെ തിന്നുണ്ടാക്കുക, മോര് വെക്കുക, അങ്ങനത്തെ ഓരോ പണി കേട്ടോ. ഇനി ഞങ്ങൾ ചെല്ലുമ്പോഴേ നാത്തൂന് ഞങ്ങൾ പറഞ്ഞേക്കലുള്ളൂ. കാരണം അവൾ ഞങ്ങൾ ചെല്ലുമ്പോഴേ പോവുള്ളൂ. അപ്പം ഉമ്മയുടെ തരയിലൊക്കെ വേണ്ടി പറഞ്ഞിട്ടോളം അങ്ങനെ ഞങ്ങളുണ്ടാകുമ്പോഴേ പോവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഓൾ പോകുമൊന്നുമില്ല. അപ്പം ഞങ്ങളെല്ലാവരും ചില ദിവസം ഒപ്പം ഉണ്ടാവും. ചിലപ്പോൾ ഓല് പോകുമ്പോൾ ഞങ്ങൾ ചെല്ലും. അങ്ങനെയൊക്കെയാണ്. എന്നാൽ ശരി, ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.